ഇപ്രാവശ്യം അങ്ങൂന്ന് ഫണ്ട് വരുമ്പോ ദൈവം തമ്പുരാനുള്ളത് ദേ ഈ കൈവെള്ളയിലോട്ട് വെച്ച് തന്നേക്കണേ മോളെ. പള്ളിക്ക് സംഭാവന തരാൻ മാത്രമുള്ള ഫണ്ടൊന്നും ഇല്ല അച്ചോ. സംഭാവന ഏത് പിച്ചച്ചട്ടിന്നായാലും കർത്താവിന് ഇഷ്ടമാ മോളെ. എന്റെ അങ്കിളിനേക്കാൾ വലിയ ഷൈലോക്കാ ഫാദർ. സമ്മതിച്ചു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. വാ മോളെ. എന്താ മോളെ ഇത്? ഇത് കുട്ടിക്ക് പ്രൈസ് കിട്ടിയതാ. ആണോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഫാദർ മോടെ പാപ്പയെ വിളിച്ച് പറയാം. ഒരു മെഗാ സീരിയൽ സബ്ജക്റ്റായി ഇപ്പൊ പോയത് അല്ലേ അച്ചോ? അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാവുക, വീട്ടുകാരറിയാതെ ആ കുട്ടിയെ അനാഥാലയത്തിൽ പാർപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചും പാത്തും കാണാൻ വരിക, അതിനെല്ലാം ഒരു പള്ളിയിൽ അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവുക. സാധനം പൈങ്കിളിയാണെങ്കിലും ഒരു ഹിറ്റ് കണ്ണീർ പരമ്പര ഉറപ്പ്. ഈ കഥ ചാനലിന് പറഞ്ഞു കൊടുത്താ പള്ളിക്ക് നല്ല വരുമാനം ഉണ്ടാവും അച്ചോ. ഗുഡ് ഐഡിയ. ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കാൻ അച്ഛന് നാണല്ലേ? സ്വന്തം കുട്ടിയെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയച്ചോ. അത് ഞാൻ എങ്ങനെ പറയും? പ്രത്യേകിച്ച് ചിപ്പമ്മോള് ആൽബിയുടെ കുട്ടിയല്ലാതിരിക്കുമ്പോ. ആലീസിന്റെ മകളാ ചിപ്പ, ആൽബിയുടെ പെങ്ങളുടെ. ഒരർത്ഥത്തിൽ ആലീസ് ഒരു വിധവയാണ്, നിയമപരമായി വിവാഹം നടന്നിട്ടില്ലെങ്കിലും. എന്ന് വെച്ചാ പറയാം. ഇനി പറയണമെങ്കിൽ ടച്ചിങ്സ് എന്തെങ്കിലും വേണം. എന്തെങ്കിലും താടോ മജീഷ്യ. ആഹാ, ചോക്ലേറ്റാ? നിങ്ങളുടെ ഈ മാജിക്ക് തന്തൂരി ചിക്കനൊന്നും കിട്ടത്തില്ലേ? ഓ, നിങ്ങളുടെ വെജിറ്റേറിയൻ മാജിക്കായിരിക്കും അല്ലേ? കൊള്ളാം. അപ്പൊ പറഞ്ഞു വന്നത് ആൽബിച്ചായന്റെ കാര്യം. സംഗതി കുറച്ചു കാലം മുമ്പ് നടന്നതാ. അന്ന് ഈ ആലീസിന് 16 17 വയസ്സ് പ്രായം. അറിയാലോ ആ പ്രായം. ആദ്യമായിട്ട് സ്മോൾ അടിക്കുന്നവനൊരു 4 എണ്ണം ഒരുമിച്ചടിച്ച് അങ്ങനെ ഇരിക്കും. ഇങ്ങനെ പെമ്പിരിയായിട്ട് ഇരിക്കുന്ന പ്രായം. ആലീസ് ഒരാളെ പ്രേമിച്ചു. എന്താണ് അയാളുടെ പേര്? സുന്ദർ. കറക്റ്റ്. സത്യം പറ, CID ആണോ? അല്ലല്ലേ? രക്ഷപ്പെട്ടു. ആലീസിന്റെ ആ ചെറുക്കിന്റെ കല്യാണം വരെ ഫിക്സ് ചെയ്തതാ. കെട്ട് കിടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ പെങ്ങടെ മുന്നിൽ വെച്ച് അവനൊരു ആക്സിഡന്റിൽ തട്ടിപ്പോയി. അപ്പൊ ആദ്യം ഉണ്ടായ അസുഖം പിന്നെ ഇരട്ടിയായി. ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ആണെന്നുള്ള വിവരം. അന്ന് ഈ ലോനപ്പനടക്കം എല്ലാരും പറഞ്ഞെന്താണെന്നറിയാവോ? പ്രസവം കഴിയുമ്പം അവള് നോർമലാവുന്നു. എന്നിട്ട് കഴിഞ്ഞപ്പോഴോ വീണ്ടും അബ്നോർമലായി. ആലീസിന്റെ അടുത്ത് നിർത്തിയ ആ കൊച്ചിന് പെട്ടെന്ന് സ്വർഗത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോ ആൽബിച്ചാൻ അതിനെ ഓർഫനേജിലാക്കി. പപ്പാന്നാ കൊച്ചു ആൽബിച്ചാനെ വിളിക്കുന്നത്. അതിനറിയാം പപ്പയല്ലെന്നുള്ള വിവരം. പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാ. അല്ല, നിങ്ങളെന്തിനാ ആൽബിച്ചാന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നത്? എന്തോന്ന് ഷൂ ചിരിക്കുന്നു? എനിക്കാ? ഇനിയാ? ശരിയാ, വഴി കൂടി ഇങ്ങനെ വാള് വെച്ച് പോകാനായിട്ട് ഒരെണ്ണം കൂടി അടിക്കുന്നതല്ലേ അല്ലേ? ശരി. ഗുഡ് നൈറ്റ്. ഓക്കെ, മീറ്റ് അഗൈൻ. മീറ്റ് അഗൈൻ. മീറ്റ് അഗൈൻ. നമുക്ക് നാളെ മീറ്റാം കേട്ടാ മജീഷ്യ. എന്നെ നശിപ്പിക്കുന്നു. ആരടാ ഈ വണ്ടി പണിത്? എന്താ ആൽബിച്ചായ? നീയാണോടാ ഈ വണ്ടി പണിത്? എന്താ ഇപ്പൊ പ്രശ്നം? എന്താ? എടാ, ഇതിന്റെ ഡിക്കിയും ബോണറ്റും ചേസും ഒക്കെ കിടന്ന് ഇളകുകയാണല്ലോടാ. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ ശബ്ദമില്ലാത്തത്? ഉണ്ടല്ലോ. എന്തുണ്ടെന്ന്? ഒന്നിലെ കുടിക്ക് അല്ലെങ്കിൽ പണിയെടുക്ക്. ഇനി ഇതിനകത്ത് അങ്ങനെ കാലെടുത്ത് വെച്ച നിന്റെ കാലിയം ചവിട്ടി ഓടിക്കും. ഇനി ഇതും പണിത് കൊളവാക്കണ്ട. എന്താടാ കിടന്ന് കിണിക്കണത്? മാലിച്ചായന്റെ വണ്ടി വരുന്നുണ്ട്. ആലീസ് മകളിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കി. അതിവിടെ ആര് നന്നാക്കും?
പറയാൽപ്പിച്ച ആര് നന്നാക്കും? എന്നാ പിന്നെ ഞാനങ്ങോട്ട് മോളില്ലെന്നു. ഹായ് മോർണിംഗ്. Come on. What problem? ഈ 4 ടയറിലും എയർ ചെക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. That I will do. കടക്കട പുറത്ത്. 1 second. ആൽബി, ഇനി നമ്മൾ തമ്മിൽ വഴക്കില്ലാട്ടോ. From now onwards we are friends. അതിന് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് വഴക്കുണ്ടായിരുന്നില്ല. എന്റെ ഉള്ളിലുണ്ടായിരുന്നു, ഞാനത് അവസാനിപ്പിച്ചു. അതൊന്ന് പറയാൻ വന്നതാ. ബൈ. ഹലോ മിസ്റ്റർ, എന്നെ ഇതിനകത്ത് കേറ്റുന്നുണ്ടോ ഇല്ലയോ എനിക്ക് ഇപ്പൊ അറിയണം. നിന്റെ അടുത്ത് മലയാളത്തിലല്ല പറഞ്ഞ ഇതിനകത്ത് കയറാൻ പാടില്ല. അപ്പൊ കേറ്റുന്നില്ല? കേറ്റുന്നില്ല. കേറ്റില്ലെങ്കിൽ മോനെ ഞാനത് ചെയ്യും. നീ എന്നെ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഓൾറെഡി വന്ന് നോക്ക്. കണ്ടില്ല? നീ ഇവിടെ നിൽക്കുകയാണോ? അത് ശരി. ദാ മരുന്ന് കഴിക്കാനുള്ള സമയമായി. കമാൺ ടേക്ക് ഇറ്റ്. കഴിക്കുമോളെ. വെരി ഗുഡ്. ആലിസ്, ഹലോ. എന്നെ ഇപ്പൊ മാജിക് കാണിക്കാൻ കൊണ്ടുപോവോ? ആലീസ്, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. എന്നെ ഇപ്പൊ കൊണ്ടുപോവോ ഇല്ലയോ? ഇപ്പൊ ഒന്നും പറ്റില്ല. ഹലോ, ഇത്തരം റിയാക്ഷൻസ് മുമ്പ് ആലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതല്ലേ? ഇത് ആലീസിന്റെ ഷോർട്ട് ടൈം ഇൻട്രസ്റ്റുകളിൽ ഒന്ന് മാത്രമായി കൂട്ടിയാൽ മതി. ഒരു കാലത്ത് ടെഡി ബെയറുകളോടായിരുന്നു പ്രിയം, ഇപ്പൊ മാജിക്കിനോട്. അത് കാണാൻ ആൽബി സമ്മതിക്കാതെ ഇരുന്നപ്പോ അവൾ ആ ദേഷ്യം മുഴുവൻ ഫിഷ് ടാങ്കിൽ തീർത്തു. ദാറ്റ്സ് ഓൾ. എന്താ ആൽബി? നത്തിങ്. ഡോക്ടർ, ആലീസിന് അവൾക്കിപ്പോ ശരിക്കും ഭേദമുണ്ടല്ലേ? ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് ആൽബി. നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചാൽ ആലീസ് എത്രയും പെട്ടെന്ന് നോർമലാവും. ഐ മീൻ, ആലീസുമായിട്ടൊരു മത്സരത്തിന് നിൽക്കണ്ട. അതൊരു പക്ഷേ. ശരി ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. എന്ന് ആൽബി ചെന്ന് ആലീസിന്റെ ഇഷ്ടം നടത്തി കൊടുക്കാം. അപ്പോ ഇന്നിന് മാജിക് മതി അല്ലേ ആലീസ്? പോവാം.